ഹലോ, വെൽക്കം ടു മിനുസ്ക സ്മൈലി വ്ളോഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇന്നെല്ലാവരും ഇന്നിപ്പം ഒരു ദിവസമുള്ളൂ. ഇന്നിപ്പം വെള്ളിയാഴ്ചയല്ലേ, നാളെ ശനിയാഴ്ച, ഒരു ദിവസമല്ലേ ഉള്ളൂ എല്ലാവർക്കും അല്ലേ. ഇന്ന് നാളെ കഴിഞ്ഞ് നമുക്ക് ഓണമല്ലേ. എല്ലാവരും ഓണത്തിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. എല്ലാവരും വെജിറ്റബിൾ വാങ്ങാൻ പോകുന്നു. നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് സാരി വാങ്ങണം, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് വാങ്ങാൻ പോകണം, പിന്നെ മുല്ലപ്പൂ വാങ്ങാൻ പോകണം. ഞാനൊക്കെ ആ തിരക്കിലാണ് കേട്ടോ. അപ്പം എന്തൊരു മീൻസ് കഴിഞ്ഞ പ്രാവശ്യമൊന്നും എനിക്ക് ഇതുപോലത്തെ ഹാപ്പിനെസ് ഒന്നും ഇല്ലായിരുന്നു. അന്നൊന്നും എനിക്കിങ്ങനെ വ്ളോഗൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെയും കുറച്ച് പേര് കാണാനുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷം. അപ്പോൾ എനിക്കിപ്പം ഡ്യൂട്ടിക്ക് പോകണം. പോകണം 7:30 നിങ്ങൾക്ക് സാധാരണ അറിയുന്ന പോലെ തന്നെ ഞാൻ എന്ന് രാവിലെ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഇന്നും എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. സൺഡേ നമുക്ക് ഇല്ല കേട്ടോ, അല്ലേ എല്ലാവർക്കും പോലെ എനിക്ക് ലീവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്, കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? ഇന്നലത്തെ പോലെ തന്നെ ബ്രെഡാണ്. ബ്രെഡിൻ്റെ കൂടെ എന്നാൽ പുറത്ത് നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പം ബ്രെഡിൻ്റെ കൂടെ മീൻസ് സാധാരണ മുട്ട പൊരിച്ചിട്ട്, അതിനൊന്നും ഇടില്ല, കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. മുട്ട പൊരിച്ചിട്ട് മുട്ടയുടെ മീൻസ് ബ്രെഡിൻ്റെ മുകളിൽ മുട്ട വെച്ചിട്ട് അങ്ങ് മുറിക്കും. അത്രേ ഉള്ളൂ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇന്നറിയാം ഇച്ചിരി ചോറുണ്ടാന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ഒരു ആഗ്രഹം ചോറുണ്ടെന്ന്. ഞാൻ ചോറുണ്ട് 2-3 ദിവസമായുള്ളൂ ചോറുണ്ട് കേട്ടോ. ഞാൻ ചോറുണ്ടായിരുന്നു. അപ്പം പയറ് തോരനും പയറേ കുക്കറി വെച്ചപ്പോൾ ഇച്ചിരി വെന്ത് പോയി. ഞാൻ 2 വിസിലടിച്ചിട്ട് എന്നാ ചെയ്തു, ഞാൻ ലെഡ് ക്ലോസ് ചെയ്ത് തന്നെ വെച്ചത് കുറച്ചങ്ങ് വെന്ത് പോയി. കഷ്ടം. എനിക്കാണെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറച്ചായിട്ട് കഴിക്കാനായിട്ട്. പക്ഷെ അതങ്ങ് വെന്ത് പോയി. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പച്ചമോര്, അത്രേ ഉള്ളൂ ഇന്ന് എൻ്റെ. പിന്നെ മോര് കാച്ചാനൊന്നും പറ്റില്ല, എനിക്ക് പച്ചമോര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പച്ചമോരിൻ്റെ മുളകും ഒക്കെ ഇട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കഴിക്കണം, നല്ല രുചിയല്ലേ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പം ഞാൻ പയറുതോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാട്ടെ. എൻ്റെ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന പോലെ സിമ്പിളായിട്ട് ചെറിയ കുറച്ച് ഉള്ളി മാത്രം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് തേങ്ങയും, സാധാരണ നമ്മളിങ്ങനെ വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവിടെ. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ഞാനതെല്ലാം കൂടെ ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ പയറെടുത്തിടുവായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് സ്റ്റൗ കത്തിക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കാവേ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു 2 സ്പൂൺ 3 സ്പൂൺ 2 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. കടുവൊന്നും ഇടില്ല കേട്ടോ. ഞാൻ അതിനകത്തിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ചെറിയ ഉള്ളി അല്ല കേട്ടോ, വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, കുറച്ച് തേങ്ങ, കുറച്ച് കരിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇടും കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്. എളുപ്പ പരിപാടിയാണേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം. ഞാൻ ആദ്യം വെളുത്തുള്ളി ഇടുന്നത് ഇപ്പോഴും. എന്താ, വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയും കരിവേപ്പില നമ്മൾ ഒരുമിച്ചിടാം കേട്ടോ. പച്ചമുളകും കൂടെ അതുപോലെ വഴലിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ പയറ് വേവിച്ചപ്പോൾ ഉപ്പുള്ളതല്ലേ നോക്കിയിട്ട് ഉപ്പിടാവുള്ളേ. ഞാനത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ആയിട്ടുണ്ട്. 4:30 എണീറ്റിട്ടും 1 അവറിൻ്റെ വർക്കൗട്ടും കഴിഞ്ഞ് പിന്നെ ഫ്രഷപ്പായി. ഇനി മീൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തോളൂ. ഇനി റെഡി ആവണം ഞാൻ. എത്രയാണെന്ന് രാവിലെ എണീറ്റ് ഒട്ടും സമയം കിട്ടിയായിരുന്നത്. എന്താണെന്ന് അറിയില്ല, സമയം എവിടെ പോകുന്നറിയില്ല. നമ്മൾ സമയത്തിന് പറയും ഓടി മടുത്തല്ലേ. ഇവിടെ കിടന്നിട്ട് വേഗട്ടെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നേഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഓടിപ്പിടിച്ച് പോകുന്നു, പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നേഴ്സുമാരാണ് ഡ്യൂട്ടിക്ക് എന്നൊക്കെ പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോയി, അല്ലെങ്കിൽ ഞാൻ വർക്കിന് പോയി എന്നൊക്കെയാണ് പറയുന്നല്ലേ. അപ്പം ഞാൻ ഇന്നലെ എന്നറിയുമോ, നമ്മുടെ ഒരു കാര്യമേ നമുക്കൊട്ടും സമയം കിട്ടിയല്ലേ. നമ്മളിപ്പം ഇന്നലെ തന്നെ എന്നറിയുമോ, ഒരു OP പേഷ്യൻ്റ് വന്നപ്പോഴേ അവർക്ക് നെബിലൈസേഷൻ കൊടുക്കണം. OP ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒന്നുമില്ല, അവർക്ക് കോഫ് ആയിരുന്നതുകൊണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒന്നുമില്ല, ജസ്റ്റ് ഒരു കോഫ് അത്ര ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നെബിലൈസേഷൻ കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അവിടെ ഹസ്ബൻഡ് മലയാളിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ, പിന്നെ എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണം,
നിങ്ങളത് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ പെണ്ണുങ്ങളോട് മീൻസ് അവരുടെ പേഷ്യൻ്റ് വൈഫിനോടാണ് കേട്ടോ, വൈഫാണ് പേഷ്യൻ്റ് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡ് കാണാൻ ഞാൻ ആക്ഷനാണ് കാണിക്കുന്നത്, ഇങ്ങനെ ആക്ഷൻ. നമ്മളിങ്ങനെയാണല്ലോ ആക്ഷൻ, ആരും കാണരുതല്ലോ ഇങ്ങനെ ചെവി ചെറിയുന്ന പോലെ. അപ്പോൾ അവരുടെ വൈഫിനും മനസ്സിലായി, കാരണം വൈഫാണ് പേഷ്യൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ അവസ്ഥയെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക. നമുക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യുക. എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ചോറും നമ്മളെല്ലാം വിട്ട് നമ്മളെ തന്നെ വിട്ട് നമ്മൾ എത്രയായിട്ട് സേവനം ചെയ്യുന്നല്ലേ. പക്ഷെ ചിലർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. അങ്ങനെ ഇന്നലെ ഞാൻ ഓടിപ്പോയി, പെട്ടെന്ന് വന്നു. അന്നത്തേക്കും പാവങ്ങൾ അത് അവരെന്നെ ഓഫ് ചെയ്ത് കേട്ടോ, ഓഫ് ചെയ്ത് അവർ തന്നെ പേ ചെയ്തു. റെഗുലർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവർ പേ ഒക്കെ ചെയ്തു, പേ ചെയ്യാതൊന്നും പോയിട്ടില്ല. ചില പേഷ്യൻ്റ് അങ്ങനെ പോകും. അങ്ങനെ എമർജൻസി നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം? ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇരിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ പണികൾ ഓടിപ്പിടിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എളുപ്പപ്പണിയൊക്കെ ഞാൻ ചെയ്യുന്നതേ. നമ്മളൊക്കെ എന്ന് പറയുന്നത് തോരങ്കറി കൂട്ടി ചോറുന്നില്ലേ? ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് ആരും തോരങ്കറി കൂട്ടി ചോറുന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചാറുകറി വേണം. പിന്നെ ആദ്യം ചാറുകറി കഴിച്ചിട്ട് ലാസ്റ്റാണ് അവർ തോരൻ ഇങ്ങനെ കഴിക്കുന്നത്. അവർക്കത് അറിയില്ല. അപ്പം ഉള്ളി നല്ലപോലെ വഴണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടില്ലേ, തേങ്ങ വെച്ചില്ലായിരുന്നു, ആ തേങ്ങ ഇടാം കേട്ടോ. ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ആക്കിയിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാണ് ഞാൻ തോരനിടുന്നത് കേട്ടോ. ഇന്നലെ എന്നോട് ആരോ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, യൂസ് യുവർ മീൻസ് റൈറ്റ് ഹാൻഡ് എന്നും പറഞ്ഞ്. പക്ഷെ ഞാൻ ഈ റൈറ്റ് ഹാൻഡാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്യാമറയിൽ നമുക്ക് ലെഫ്റ്റ് ആയിട്ടേ കാണുന്നുള്ളൂ. കുറച്ചിങ്ങനെ നോക്കി ഇങ്ങനെ വാടി പോലെ ആയില്ലേ, ഇത്രയും മതി. ഇതിനകത്ത് നമുക്ക് പയറെടുത്തിടാം. കണ്ടോ, ഞാൻ പയറെടുത്തിട്ടുണ്ടേ. ഇതുണ്ടോ, ഞാനെന്നറിയോ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളിട്ടാണ് ഞാൻ പയർ വേവിച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. ഈ പയറേ കുറച്ച് വെന്ത് പോയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഴാന്നായി. സെപ്പറേറ്റ് ഇരുന്നാലേ നല്ല ടേസ്റ്റ് ഉള്ളൂ. അത് നമുക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട്. സാരമില്ല, എന്ത് ചെയ്യാനാ, നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. കുറച്ച് വേവട്ടെ, കുറച്ച് ഉപ്പുണ്ടോ നോക്കണം. ആ തേങ്ങയ്ക്കകത്തുണ്ടല്ലോ, ഞാൻ ഈ തേങ്ങയ്ക്കകത്തേക്ക് പയറെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ വേവിച്ചത്. എന്നാന്നറിയോ, ഇച്ചിരി വെന്ത് പോയി. അതാ എനിക്കൊരു വിഷമം. 2 പീസിലടിച്ചിട്ട് ഞാനങ്ങ് ഇതെടുക്കാതെ പോയില്ലേ. എനിക്കൊരു ഭയങ്കര വിഷമായി. നമ്മൾ കഴിക്കുമ്പോഴേ അങ്ങനെ സെപ്പറേറ്റ് കിട്ടത്തില്ല, ഇങ്ങനെ വെന്തിരിക്കും. അയ്യോ, എന്ത് ചെയ്യാനാ. പിന്നെ സാരമില്ല, നമ്മൾ തന്നെ കഴിച്ചാൽ മതിയല്ലോ. നമ്മളിവിടെ എങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ മീൻസ് ഇതുപോലെ ഇച്ചിരി തേങ്ങയും, അധികം തേങ്ങ ഒന്നും ഇവർ ഉപയോഗിക്കില്ല കേട്ടോ. കുറച്ച് ഉപയോഗിക്കുള്ളൂ. എൻ്റെ വീട്ടിൽ ഇവർ അധികം തേങ്ങ ഇട്ടാൽ കഴിക്കുകയില്ല. എണ്ണ, തേങ്ങ ഇതൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കിടന്ന് കുറച്ചിങ്ങനെ ഒരു 5 മിനിറ്റ് വേഗട്ടെ കേട്ടോ. ഉപ്പൊക്കെ നോക്കി കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, 5 മിനിറ്റിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിത് ഓഫ് ചെയ്യാവേ. കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡും മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയവരല്ല കേട്ടോ. ഇതിപ്പം വെറുതെ മുട്ട ഇങ്ങനെ പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മീൻസ് ഈ ബ്രെഡ് വെച്ചിങ്ങനെ കവർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ബട്ടർ ഇട്ട് ആദ്യം മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. കണ്ടോ, ഞാനിത് കഴിക്കുന്നതുകൊണ്ടാണ്, കഴിക്കാനുള്ളത് കൊണ്ട് കേട്ടോ നിങ്ങളെ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. വലിയ ഷെഫ് ചെയ്തൊന്നും ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. ഇപ്പം എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. നമുക്കിത് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇന്നലെ ഇത് തന്നെയാണല്ലോ മീൻസ് ഇട്ടേന്ന് വിചാരിക്കും. ഇന്നലെ അതൊന്നുമല്ല കേട്ടോ. ഇന്നലെ ഞാൻ പിന്നെ പനീർ ഇട്ടിട്ടില്ലേ, അപ്പം പനീർ ഇടാതെ ഇനി ഒരു വശം നമുക്ക് മറിച്ചിടാം കേട്ടോ.
അപ്പം അങ്ങനെ വെക്കുന്ന നല്ല രുചിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യും മീൻസ് ബട്ടറിലിട്ട് ബ്രെഡൊക്കെ ഇങ്ങനെ പിന്നെ ഞാൻ പിന്നെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നും ഇട്ടിട്ടില്ലേ, വെറും മുട്ട മീൻസ് ഉപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ പെപ്പർ പൗഡറും ഇട്ടില്ല, ചില്ലി പൗഡർ ഇട്ടിട്ടില്ല. പിന്നെ ബ്രെഡിൻ്റെ കൂടെ നമ്മൾ ബട്ടർ ആക്കിയത് കൊണ്ടേ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട ഓംലെറ്റിൻ്റെ കൂടെ കുറച്ച് പെപ്പറും ചില്ലി പൗഡറും പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. മല്ലിച്ചപ്പ് തീർന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിച്ചപ്പ് ഇടാത്തത്. ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും മല്ലിച്ചപ്പ് അങ്ങ് തട്ടും. അപ്പം ഈ വശം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു വശം വെന്താൽ മതി. അപ്പം നമ്മുടെ ബ്രെഡിനെ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാം. ഇത് കണ്ടോ, ബ്രെഡ് നല്ലപോലെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം, അതിൽ 2 ബ്രെഡായി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഫോൾഡ് ചെയ്ത് നമ്മൾ എന്താണ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ നിന്ന് അങ്ങ് മുറിച്ചാൽ മതി. കണ്ടോ, ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. കണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ ഇത് കൂട്ടി ഇതിങ്ങനെ 2 കൈയിലും പിടിച്ചിട്ട് അല്ല കൈ പിടിച്ച് നമുക്ക് കഴിച്ചാൽ മതി. എളുപ്പമല്ലേ? നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ലഞ്ച് എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും. ഇത് കണ്ടോ, റൈസ് കുറച്ചേ ഉള്ളൂ കേട്ടോ റൈസ്. പിന്നെ ഞാൻ മോരൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, പച്ചമോരാണേ, അത് കുറച്ച്. ഇത് കണ്ടോ, മോര് കാച്ചുന്ന എനിക്കിഷ്ടമാണ്, പക്ഷേ സമയമൊന്നുമില്ല. എന്നാലും എനിക്ക് ഇങ്ങനത്തെ ഈ മോരില്ലേ, കട്ടിയായിട്ടുള്ള മോര്, അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പയറുതോരൻ ഞാൻ ഉണ്ടാക്കിയില്ല, അത്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കണ്ടോ, മുട്ടയും ബ്രെഡും കൂടെ ഉള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബട്ടറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ എളുപ്പപ്പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ. എളുപ്പപ്പണി പെട്ടെന്ന് കഴിഞ്ഞിപ്പോൾ 7:45 ആയതേ ഉള്ളൂ. ഇനിയിപ്പം 5 മിനിറ്റ് ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, റൈറ്റ് ഈറ്റ് റൈറ്റ് ഫുഡ്. അപ്പം ഞാൻ ഹെൽത്തി അല്ല നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാനിപ്പം ഞാനങ്ങനെ അധികം ഔട്ട്സൈഡ് ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ ഇത്രയും കഴിച്ചിട്ട് എന്തേ ഇങ്ങനെ പറയുന്നത് ചോദിക്കരുത്. കാരണം ഞാൻ ചോറ് കഴിച്ചിട്ട് കഴിച്ചേ 4 ഡേയ്സാണ് ഞാൻ ചോറ് കഴിച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചോറ് കഴിക്കുന്നത്. ഓക്കെ, ബൈ.